നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കഴിഞ്ഞ് 4 മാസങ്ങൾ പിന്നിടുമ്പോഴും മറ്റൊരു സീസണിലെ മത്സരാർത്ഥികൾക്ക് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ശീതയുദ്ധത്തിനാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വിജയിയായിട്ടുള്ള അനുമോളും ഷോയിലെ തന്നെ മറ്റൊരു കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്ന അനീഷും തമ്മിലുള്ള അവരുടെ പ്രശ്നങ്ങൾ കേവലം ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല. ഇതിന് പിന്നിൽ വലിയൊരു ഈഗോ പോരും അതുപോലെ ബിഗ് ബോസിനുള്ള തുടങ്ങിയ ഗെയിം സ്ട്രാറ്റജികളുടെ ഒരു ബാക്കി പത്രവുമാണുള്ളത്. നമ്മളൊരു ഷോയില് പോയിട്ട് ആ ഷോയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്റ്റാർ ഇവന്റിൽ എനിക്കൊരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നോക്കിക്കോ, നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു. അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ എല്ലാവരും ടി വി കാണുമ്പോൾ നല്ല ടി വി കാണുമ്പോൾ അല്ല, നമ്മുടെ അടുത്ത് ഇടപെട്ടപ്പോ നല്ലതാ. ഇനി എന്താണ് ഈ ഒരു അടിക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം? മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വേദിയിൽ വെച്ച് അനീഷിന് അവാർഡ് കൊടുക്കാൻ അനുമോൾ എത്തിയപ്പോൾ തന്നെ അവിടെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പരസ്യമായത് അനീഷ് പോസ്റ്റ് ഇട്ടപ്പോഴാണ്. അനീഷിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായിട്ടും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായിട്ടുമുണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രിയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളാണ് ഈ ഒരു പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. ഇവിടെ അനുമോളിനെ അനീഷ് ഒരു മുൻ കോമഡി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രം ചുരുക്കി എഴുതിയതിലൂടെ അനീഷ് ലക്ഷ്യമിട്ടത് അനുമോളുടെ ടൈറ്റിൽ വിന്നർ എന്നുള്ള പദവിയെ റദ്ദ് ചെയ്യാനാണോ? ഒരുപക്ഷെ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് തന്നെ അനുമോളുടെ വിജയത്തെ PR വർക്ക് എന്ന് വിശ്വസിച്ചിരുന്ന അനീഷ് അത് പുറത്തും പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാൽ അനുമോൾ ഇതിന് നൽകിയ മറുപടി വളരെ കൃത്യമായിരുന്നു. തനിക്ക് ലഭിച്ച 16 ലക്ഷം വോട്ടുകളെ കുറിച്ചാണ് താരം ഓർമ്മിപ്പിച്ചത്. ഇവിടെ അനുമോൾ പറയാതെ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: ബിഗ് ബോസിൽ ആരും ആരെയും സഹായിച്ചിട്ടില്ല, ജനങ്ങളാണ് കപ്പ് തരുന്നത്. അനീഷ് തന്റെ വിജയം അംഗീകരിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുകയാണെന്നും പരാജയപ്പെട്ടവർ പഴയ കാര്യങ്ങൾ കൂടി ഒതുങ്ങി കിടക്കുകയാണ് എന്നാണ് അനുമോള് ആഞ്ഞടിക്കുന്നത്. ബിഗ് ബോസ് കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് മാറുമ്പോൾ അതിനെ ഇകഴ്ത്തി കാണിക്കുന്നതിനോടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അനുമോളിൽ നിന്നും ഉണ്ടായത്. ഇവിടെ അനീഷിന്റെ ഭാഗം നോക്കിയാൽ പുള്ളി ഇപ്പോഴും സ്ത്രീ വിരോധി എന്ന തന്റെ പഴയ ഇമേജിൽ തിരിച്ചു പോവുകയാണോ എന്ന് തോന്നിപ്പോകും. റോബോട്ടിക് PR എന്നും മേക്കപ്പ് ഒലിച്ചു പോകുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള പരിഹാസം ബോഡി ഷെയ്മിങ്ങിന് സമാനമാണെന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഷോയിൽ വെച്ച് അനുമോളെ പ്രപ്പോസ് ചെയ്തത് പോലും ഗെയിമിന് വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ അനീഷിനെ എതിർക്കുന്നവരും ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇവിടെ അനീഷ് ലക്ഷ്യം വെക്കുന്നത് ആ ഒരു റോബോട്ടിക് PR എന്നുള്ള നറേറ്റീവ് ഉണ്ടല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. എന്തായാലും ഈ ഒരു പോരിൽ രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഒരു ഷോ കഴിഞ്ഞാൽ ആ ഷോയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. അനുമോൾ അവാർഡ് കൊടുക്കാൻ വന്നത് ഒരു പ്രൊഫഷണൽ രീതിയിലാണ്. അതിന് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അനീഷ് പോസ്റ്റ് ഇട്ട് ഒരു ഡിജിറ്റൽ സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിയ ആൾക്കത് ചേരുന്നതല്ല. എന്തായാലും പ്രേക്ഷകരിലെ വലിയൊരു വിഭാഗം അനീഷിന്റെ പ്രവൃത്തി മോശമായി പോയി എന്ന് കരുതുന്ന അഭിപ്രായക്കാരാണ്. ഒരു അവാർഡ് വേദിയിൽ വെച്ച് ബഹുമാനിക്കപ്പെട്ട ഒരാള് ആ ഒരു അവാർഡ് നൽകിയ വ്യക്തിയെ ഇത്രയും തരം താഴ്ത്തി സംസാരിക്കാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് മാസങ്ങളായിട്ടും അനുമോളെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അംഗീകരിക്കാതെ അനീഷിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഈഗോയാണ്. നമുക്കറിയാം, ഷോയുടെ ഇടയിൽ വെച്ച് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം, വലിയ രീതിയിൽ ചർച്ചയായതാണ്. അന്ന് കാണിച്ച ആ ഒരു സ്നേഹവും ആ ഒരു താല്പര്യം വെറും സ്ട്രാറ്റജി മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അന്ന് ഷോയ്ക്കുള്ളിൽ വെച്ച് അനുമോളെ പ്രപ്പോസ് ചെയ്ത് അതേ അനീഷ് തന്നെയാണോ ഇന്ന് ഇത്രയും രൂക്ഷമായിട്ട് അവരെ പരിഹസിക്കുന്നത്? അന്ന് കണ്ടത് പ്രണയമായിരുന്നോ അതോ വെറും ഗെയിം പ്ലാൻ ആയിരുന്നോ എന്നുള്ള സംശയം പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും ശക്തമാണ്. എന്തായാലും കപ്പ് നേടാൻ കഴിയാത്തതിന്റെ വിഷമമാണോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കാരണമാണോ അനീഷ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊരു
ചർച്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെ തനിക്ക് കിട്ടാത്ത അംഗീകാരം മറ്റൊരാൾക്ക് കിട്ടിയപ്പോൾ അത് അംഗീകരിക്കാനുള്ള മടി അനീഷിലുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ശരിക്കും വിജയെ അഭിനന്ദിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ മോശക്കാരാക്കാതിരിക്കാനുള്ള ഒരു മാന്യത കാണിക്കാമായിരുന്നു. മേക്കപ്പ് ഒലിച്ചു പോകുന്നു എന്നൊക്കെയുള്ള അനീഷിന്റെ പരിഹാസം അല്പം അതിര് കടന്നു എന്നുള്ള സംശയമുണ്ട്. വിമർശനങ്ങളാകാം, പക്ഷെ അത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്കും അതുപോലെ ബോഡി ഷേമിങ്ങിലേക്കും കടക്കുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത്. ഒരു സ്ത്രീയുടെ ലുക്കിനെയോ മേക്കപ്പിനെയോ പരിഹസിക്കുന്നത് ഒരു ഡിജിറ്റൽ സ്റ്റാർ അവാർഡ് കിട്ടിയ ഒരാൾക്ക് ചേരുന്നതല്ല. എന്നാലും ഈ ഒരു വിവാദം വന്നതോടുകൂടി തന്നെ ഇരുവർക്കും നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ടാകാം. അത് ഒരു തരത്തിലും ശരിയല്ല. കാരണം ആരാധകർ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള ആക്രമണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ രൂക്ഷമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം, അല്ലാതെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതും ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിവാദത്തെ സോഷ്യൽ മീഡിയയുടെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ബിഗ് ബോസ് എന്ന ഷോയ്ക്കുള്ളിൽ നടന്ന തർക്കങ്ങൾ അവിടെ തീർക്കാതെ അത് പുറത്തെ വ്യക്തി ജീവിതത്തിലേക്കും പ്രൊഫഷണൽ മേഖലയിലേക്കും വലിച്ചിഴക്കുന്നത് ഒട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്രവണതയല്ല. അനീഷും അനുമോളും ഒരുപോലെ മികച്ച കണ്ടന്റ് നൽകിയ മത്സരാർത്ഥികളാണ്. എന്നാൽ ഒരു അവാർഡ് ദാന ചടങ്ങിന് ശേഷം അനീഷ് പങ്കുവച്ച കുറിപ്പില് അനുമോളെ കേവലം ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്ന് മാത്രം വിശേഷിപ്പിച്ചത് അത് അനാവശ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ തന്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്ത ഒരു പദവിയെ അല്ലെങ്കിൽ വിജയത്തെ അംഗീകരിക്കാൻ കാണിക്കുന്ന മടി യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ തന്നെ മൂല്യമാണ് കുറയ്ക്കുന്നത്. അനുമോൾ നേടിയ 16 ലക്ഷം വോട്ടുകൾ എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ജനങ്ങൾ അവർക്ക് നൽകിയ അംഗീകാരമാണ്. ആ അംഗീകാരത്തെ PR വർക്ക് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു വിജയത്തോടുള്ള ഒരു അനാദരവായിട്ടേ അത് കാണാൻ കഴിയൂ. ഇത്തരം സൈബർ യുദ്ധങ്ങൾ കൊണ്ട് ആർക്കും ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ബിഗ് ബോസ് വീടിനുള്ളിലെ സ്ട്രാറ്റജികൾ പുറത്തിറങ്ങിയതിനു ശേഷവും തുടരുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് അവരോടുള്ള ബഹുമാനം കുറയുകയാണ് ചെയ്യുന്നത്. അനീഷ് നടത്തിയ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ബോഡി ഷേമിങ്ങും സമാനമായിട്ടുള്ള പരിഹാസങ്ങളും ഒരു ഡിജിറ്റൽ സ്റ്റാർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒട്ടും ചേരുന്നതല്ല. വിജയിച്ചവരോട് കാണിക്കുന്ന അസൂയേക്കാൾ സ്വന്തം കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അനുമോൾ തന്റെ വിജയത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ ഒരു ആർജവം അഭിനന്ദനാർഹമാണ്. പുറത്തെ ലോകത്തെ എല്ലാവരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ബോധ്യം ഇവർക്കും ഉണ്ടാകേണ്ടതാണ്. പരസ്പരം താഴ്ത്തിക്കെട്ടാതെ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടെ മുന്നേറുകയാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത്. ബിഗ് ബോസ് എന്നത് ഒരു ഷോ മാത്രമാണ്, അത് ജീവിതമല്ല എന്നുള്ള തിരിച്ചറിഞ്ഞ് മാന്യമായിട്ടുള്ള പെരുമാറ്റം കാഴ്ചവെക്കാൻ ഇരുവർക്കും സാധിക്കട്ടെ. എന്തായാലും ഈ വിവാദങ്ങൾ ഇവിടെ അവസാനിക്കുമെന്നും ഇവർ തമ്മിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബഹുമാനം നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ് ബോക്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.